ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ കാട് വയക്കൽ പ്രവൃത്തി പുരോഗമിക്കുന്നു. ആറളം പുനരധിവാസ മേഖലയിൽ ആൾതാമസമില്ലാത്ത പ്രദേശങ്ങളിൽ കാട്ടാന നിന്നാൽ പോലും കാണാത്ത തരത്തിലുള്ള കാട് വളർന്നു നിൽക്കുന്നതിനാൽ വലിയ അപകടങ്ങളാണ് ഇവിടെ ഉണ്ടാകുന്നത്. നിരവധി തവണ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. ആറളം കാർഷിക ഫാമിൽ തമ്പടിക്കുന്ന കാട്ടാനകളെ തുരത്തുന്ന ഘട്ടങ്ങളിലെല്ലാം പുനരധിവാസ മേഖലയിലെ ഇത്തരം കാടുകളിൽ കാട്ടാന എത്തിയാൽ പിന്നീട് അവിടുന്ന് തുരത്താൻ കഴിയാത്ത അവസ്ഥയും ഉണ്ടായിരുന്നു. 3 ആഴ്ച മുൻപ് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ 13-ാം ബ്ലോക്കിൽ കരിക്കൻമുക്കിൽ വെള്ളി, ലീല എന്നീ 2 ആളുകളെ കാട്ടാന കൊലപ്പെടുത്തിയതിനെ തുടർന്ന് ഉയർന്ന പ്രതിഷേധത്തെ തുടർന്നാണ് പുനരധിവാസ മേഖലയിലെ വളർന്നു നിൽക്കുന്ന അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ ആവശ്യമായ ഇടപെടൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. കളക്ടർ വിളിച്ചു ചേർത്ത യോഗ തീരുമാനം അനുസരിച്ച് 6 ലക്ഷം രൂപ അടിക്കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനായി അനുവദിക്കുകയും പുനരധിവാസ മേഖലയിൽ താമസക്കാരായ ആളുകളെ ഉപയോഗപ്പെടുത്തി കാട് തെളിക്കൽ പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തു. പുനരധിവാസ മേഖലയായ 6 ബ്ലോക്കുകളിൽ കാട് വെട്ടിത്തെളിക്കണമെങ്കിൽ 15 ലക്ഷം രൂപയോളം ചിലവാകും എന്നാണ് TRDM അധികൃതർ പറയുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ ബ്ലോക്ക് 7/2, ബ്ലോക്ക് 7, 9, 10 എന്നിവിടങ്ങളിലെ കാട് വെട്ടിത്തെളിക്കലാണ് ആരംഭിച്ചത്. ആദിവാസി പുനരധിവാസ മേഖലയിലെ കാട് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങൾ കാട് അടിക്കാട് വയക്കി തെളിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം കലക്ടർ വിളിച്ചു ചേർത്ത ഒരു അവലോകന യോഗത്തിൽ വെച്ച് തീരുമാനിക്കേണ്ടത്. ഇതിനായി ആദ്യ വഴി എന്നുള്ള നിലയിൽ 6 ലക്ഷം രൂപ വകയിരുത്തുകയും അതിൻ്റെ ഭാഗമായി ഈ ആദിവാസി പുനരധിവാസ മേഖലയിലെ തന്നെ ജീവിക്കുന്ന തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് മിഷനും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കാട് വയക്കൽ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 9, 7, 7/2 തുടങ്ങിയ ഈ മേഖലയിലാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ കാട്ടാന തമ്പടിക്കുന്നു എന്ന് പറയപ്പെടുന്ന അടിക്കാടുകൾ വയക്കി വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. തുടർന്നും അതോടൊപ്പം തന്നെ ഇപ്പം ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത് ഈ ആറളം പുനരധിവാസ മേഖലയിലെ എല്ലാ ബ്ലോക്കുകളും കേന്ദ്രീകരിച്ച് കാട്ടാനകൾ തമ്പടിക്കുന്ന കയറിക്കൂടുന്ന കാടുകൾ വെട്ടിത്തെളിക്കണമെങ്കിൽ ഏതാണ്ട് ഒരു 15 ലക്ഷം രൂപയോളം വേണ്ടിവരുമെന്നാണ്. എന്തായാലും ഇപ്പോൾ 6 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന 3 ബ്ലോക്കുകളിൽ 7/2, 7-ാം ബ്ലോക്ക്, 9-ാം ബ്ലോക്ക് ഈ ബ്ലോക്കുകളിലെ ആളുകൾക്ക് ഭൂമി കൊടുത്ത് ആ ഭൂമിയിൽ കയറി താമസിക്കാൻ കഴിയാതെ കാടായി കിടക്കുന്ന കാട്ടാനകൾ തമ്പടിക്കുന്ന പ്രദേശങ്ങളിലെ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. അത് പുരോഗമിക്കുന്നു. തുടർച്ചയായി തന്നെ ഇതിൻ്റെ മറ്റ് ബ്ലോക്കുകളിലും അടിക്കാടുകൾ വയക്കി തെളിയിക്കുന്ന പ്രവർത്തനം ആരംഭിക്കുമെന്ന് സൈറ്റ് മാനേജർ ഉൾപ്പെടെ ഇപ്പോൾ നമ്മളോട് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിലായി 2 ലീല, വെള്ളി ഈ 2 ആളുകളെ 13-ാം ബ്ലോക്കിലെ കരിക്കമുക്ക് പ്രദേശത്തു നിന്ന് കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയതിന് ശേഷം ജില്ലാ ഭരണകൂടം ഒരു ഉണർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലം ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം പല കാര്യങ്ങളും ദ്രുതഗതിയിൽ മതിൽ രൂപീകരണം ഉൾപ്പെടെയുള്ള മതിൽ നിർമ്മാണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുകയാണ്. അതോടൊപ്പം തന്നെയാണ് ഈ കാട്ടാനകൾ വന്യമൃഗങ്ങൾ തമ്പടിക്കുന്ന ഈ പ്രദേശങ്ങളിലെ അടിക്കാടുകൾ അത് വെട്ടിത്തെളിച്ച് അവിടെ അത് കാട്ടാനയെ ഓടിച്ച് വനത്തിലേക്ക് കയറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വഴിയൊരുക്കൽ കൂടിയായി ഇതിനെ അധികൃതർ കാണുന്നുണ്ട്. എന്തായാലും അതിവേഗം ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടക്കുകയാണ്. ഇതിനെ നമുക്ക് ഈ ജില്ലാ ഭരണകൂടത്തെ അഭിനന്ദിക്കുകയല്ലാതെ മറ്റ് മാർഗമില്ല. അവരോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്ക് ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാം എന്ന് ഈ പുനരധിവാസ മേഖലയിലെ ജനങ്ങളും ഉറക്കെ പറയുകയാണ്. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ 9-ാം ബ്ലോക്കിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A-Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ A-Channel ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഉണ്ണിയായി ആ ഒട്ടുപാലം മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ട് പോവാ? നിങ്ങളങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ? എന്റെ മനുഷ്യ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത് ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല,
അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, Iriti, Peravur, Ramanagara, Kanagapura, the real source of purity.